അപ്പൊ അത് അങ്ങനെയുള്ള പല പൂച്ചകളും ഉണ്ട് ഇല്ലേ? അതേസമയം നമ്മുടെ വീട്ടിലെ ആ പൂച്ചയെ വളർത്തുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല, ഇല്ല മെലിഞ്ഞ പൂച്ചകളുണ്ടാവും. ഒന്നും കൊടുക്കൂല, എവിടെ നിന്നും കിട്ടത്തില്ല, കിട്ടണ ഫുൾ എറിയായിരിക്കും, വേറെ ഭക്ഷണം കിട്ടൂല. അമ്മാതിരി പൂച്ചകളുണ്ട് ചില നാടുകളിൽ. പക്ഷെ ഈ വലിഞ്ഞു വന്ന് കയറുന്ന പൂച്ചകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുടെ സൗണ്ട് കേട്ടാൽ മതി പൂച്ച അപ്പ വിളിക്കും. എന്താ കാരണം? അവർ ഭക്ഷണം കൊടുക്കും, ആ പൂച്ചകളോട് നല്ല സ്നേഹം ഉണ്ടാകും ഇല്ലേ? യഥാർത്ഥപരമായിട്ട് പൂച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ പൂച്ചയെ ഇഷ്ടപ്പെട്ടിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് എന്തിനാണ് ഹുറൈറ എന്നുള്ള പേര് അള്ളാഹുവിന്റെ പ്രവാചകർ വെച്ചു കൊടുത്തത് എന്നറിയുമോ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൂച്ചയോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വീഴാനുള്ള കാരണം?